ഹജ്ജ് എന്നത് ഒരു മരണം പോലെയാ. മരണവും ഹജ്ജും ഏകദേശം ഒരുപോലെയാ. ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അല്പം വിവരമുള്ള ആള് പറയുന്നത് ഇന്തഖല ഇലാ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം യാത്രയായി, പടച്ചവന്റെ റഹ്മത്തിലേക്ക് അയാൾ യാത്രയായി എന്നാണ്. ഇതുപോലെ തന്നെയാണ് ഒരു ഹജ്ജ് കർമ്മത്തിനായി ഒരാൾ യാത്ര പുറപ്പെട്ടാൽ അയാളെ സംബന്ധിച്ച് ഒരിക്കലും അയാൾ തിരിച്ചു മടങ്ങി വരും എന്ന പ്രതീക്ഷയിലുള്ള ഒരു യാത്രയാകാൻ പാടില്ല. മരണം പോലെ, മരണത്തിലേക്കുള്ള ഒരു യാത്ര പോലെയാണ്. മരണം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ ഹജ്ജും അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കുള്ള യാത്രയാണ് ഹജ്ജും. ഹജ്ജിന്റെ എല്ലാ അമലുകളിലും മരണത്തിന്റെ ഒരു ഗന്ധമുണ്ട് എന്നാണ്, മരണവുമായി സാമീപ്യമുണ്ട് എന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹജ്ജിനായി ഒരാൾ തയ്യാറെടുക്കുന്നത് മുതൽ അദ്ദേഹം പരസ്പരം മറ്റുള്ളവരോട് പൊരുത്തപ്പെടിയിക്കണമെന്നാണ്, നന്നായി അയാൾ തൗബ ചെയ്യണമെന്നാണ്. ഹജ്ജിന് പോകുന്ന ഒരാള് നന്നായി തൗബ ചെയ്യണം. അതേപോലെ എല്ലാവരോടും യാത്ര ചോദിക്കണം, പൊരുത്തപ്പെടിയിക്കണം. ചെയ്തുപോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പരസ്പരം ഹക്കിടപാടുകൾ പറഞ്ഞു തീർക്കണം. ഇതുപോലെ തന്നെയല്ലേ മരണവും. മരണം കാത്തുകിടക്കുന്ന ഒരാൾ, പെട്ടെന്നുള്ള മരണമല്ല, മരണം കാത്തുകിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തൗബ ചെയ്യണം, എല്ലാവരോടും പൊരുത്തം ചോദിക്കണം, നന്നായി മരിക്കാനുള്ള സാഹചര്യങ്ങൾ അയാൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. ഹജ്ജിന്റെ ഓരോ അമലുകളും മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മടക്കമില്ലാത്ത ഒരു യാത്രയാണ് മരണമെങ്കിൽ ഹജ്ജിന് പോകുന്നവരും ഒരിക്കലും മടക്കമില്ലാത്ത യാത്രയിലേക്കുള്ള ഒരുക്കങ്ങളായി മാറണം ഓരോ ഹാജിമാരും ചെയ്യേണ്ടുന്നത്. ഹാജിമാർ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കും. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഇഹ്റാമിന്റെ 2 വസ്ത്രം അയാൾ അണിയുക എന്നതാണ്. തുന്നലില്ലാത്ത, തുന്നിയിട്ടില്ലാത്ത, മോടി പിടിപ്പിക്കാത്ത 2 വസ്ത്രങ്ങൾ അയാൾ അണിയുക, അതാണ് ഇഹ്റാമിന്റെ അടയാളം. നിയത്ത് ചെയ്തു ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഓരോ ഹാജിമാരും ആദ്യം ചെയ്യുന്നത് ഇഹ്റാമിന്റെ 2 വസ്ത്രങ്ങൾ ധരിക്കല, ഒന്നുടുക്കാനും ഒന്ന് ചുറ്റാനും. ഇതുപോലെ തന്നെയാണ് മരണപ്പെടുന്ന ഒരു വ്യക്തിക്കും അവന്റെ കഫം പുടവ, മരണത്തിന്റെ അവന്റെ കഫം പുടവ ഹാജിമാർ ഇഹ്റാമിൽ ധരിക്കുന്ന ആ ഇഹ്റാമിന്റെ വസ്ത്രത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഹജ്ജില് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോ നമ്മൾ സ്വയം ആ വസ്ത്രം ധരിക്കുന്നു, ഇഹ്റാമിന്റെ വസ്ത്രം നമ്മൾ സ്വയം ധരിക്കുന്നു. മരിക്കുമ്പോഴോ മറ്റുള്ളവർ നമ്മളെ ധരിപ്പിക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടും വിദൂരമായ, ദുർഘടമായ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കുള്ള ഒരിക്കലും മടങ്ങി വരാത്ത യാത്ര പോലെയാണ്. മരണം ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയും ഹജ്ജും ഏകദേശം അങ്ങനെ തന്നെയാണ്. ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ ഇഹ്റാമിന്റെ വസ്ത്രം അയാൾ സ്വയം ധരിക്കുന്നു. എന്നാൽ മരണപ്പെടുന്ന വ്യക്തിയോ അയാളെ കഫം പുടവ മറ്റുള്ളവർ ധരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന്റെയോ ഉംറയുടെയോ ഇഹ്റാമിലായി പ്രവേശിച്ച ഒരാൾ ആ ഇഹ്റാമിലായി മരണപ്പെട്ടാൽ അയാൾ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ കഫം പൊതിഞ്ഞ് അടക്കണം എന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി തങ്ങളോടൊപ്പം ഹജ്ജിന് വന്ന ഒരു സ്വഹാബി ഒട്ടകപ്പുറത്തു നിന്ന് അയാൾ താഴേക്ക് മറിഞ്ഞു വീണു, അപകടം സംഭവിച്ചു. ആ അപകടത്തിലായി അയാൾ മരണപ്പെട്ടു. സ്വഹാബത്ത് എന്ത് ചെയ്തു? അദ്ദേഹത്തെ കുളിപ്പിച്ചു മറ്റു സുന്ദരമായ കഫം പുടവയിൽ പൊതിയാൻ ശ്രമിക്കുമ്പോ
ഹബീബായ നബി തങ്ങൾ അതിനെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, കഫിനൂഹു ഫീ സൗബൈഹി, അയാൾ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ മരിച്ചുവെങ്കിൽ അതേ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ അയാളെ നിങ്ങൾ അടക്കൂ, കഫം പൊതിയൂ. സയ്യിദുനാ റസൂലുള്ളാഹി വലാ തുഖമ്മിറൂ റഅസഹു. സാധാരണ മയ്യിത്തിനെ നമ്മൾ തലമറയ്ക്കും, തലയെ കെട്ടി കൊടുക്കും, അല്ലേ? എന്നാൽ നബി തങ്ങൾ പറയുകയാണ്, വലാ തുഖമ്മിറൂ റഅസ, അദ്ദേഹത്തിന്റെ തല നിങ്ങൾ മറയ്ക്കേണ്ടതില്ല. വലാ തമസ്സൂഹു തീബ, സാധാരണ മയ്യത്തിന് കഫം പൊതിഞ്ഞാൽ ആ കഫം പുടവയിൽ അത്തുറ് വരട്ടും, അല്ലേ? അത്തുറ് വരട്ടോ. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി മരണപ്പെട്ടാൽ അതേ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കഫം പൊതിയണം, തലമറയ്ക്കരുത്. അതേപോലെ സുഗന്ധം നിങ്ങൾ പൂശിക്കൊടുക്കരുത്. കാരണം അദ്ദേഹം ഹജ്ജിനായി ഉംറയ്ക്കായി ഇഹ്റാം കിട്ടിയ വ്യക്തിയാണ്. എന്തിനാണ് അതേ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ നിങ്ങൾ അയാളെ കഫം പൊതിയണം, അദ്ദേഹത്തിന്റെ തല മറയ്ക്കരുത്, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ കഫം പുടവയിൽ അത്തുറ് പൂശിക്കൊടുക്കരുത് എന്ന് പറഞ്ഞത്? ഇഹ്റാമിന്റെ വസ്ത്രം രണ്ടാണ്, അതിൽ തന്നെ കഫം പൊതിയണം. അതേപോലെ ഹജ്ജിന് പ്രവേശിച്ച ഒരാൾ തലമറയ്ക്കാൻ പാടില്ല. ഹജ്ജിന് പ്രവേശിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച ഒരാൾ സുഗന്ധം പൂശാനും പാടില്ല. അത് മരണശേഷവും പാടില്ല. അതുകൊണ്ടാണ് മുത്തായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, ഫഇന്നഹു യുബ്അസ് യൗമൽ ഖിയാമത്തി മുലബ്ബിയാ, തീർച്ചയായും ഈ വ്യക്തി നാളെ പരലോക വിചാരണയുടെ നാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്നത് മുലബ്ബിയ, തൽബിയത്തിന്റെ മന്ത്രോച്ചാരണം ഉരുവിട്ടുകൊണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് ഓരോ ഹാജിമാരും ചൊല്ലുന്ന തൽബിയത്തിന്റെ ആ മന്ത്രോച്ചാരണം ഉച്ചരിച്ചുകൊണ്ട് തന്നെ ഫഇന്നഹു യുബ്അസ് യൗമൽ ഖിയാമത്തി മുലബ്ബിയ, തൽബിയത്തിന്റെ ആ മന്ത്രം, ആ ദിക്ർ ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ് ആഖിറത്തിൽ വരിക. അതുകൊണ്ടാണ് ഹജ്ജിൽ ഇഹ്റാം കെട്ടിയ ആള് മരിച്ചാൽ, ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയ ആള് മരിച്ചാൽ അതേ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ നിങ്ങൾ അടക്കം ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങള് ഹജ്ജിന് പ്രവേശിച്ച ഒരാൾ ഇഹ്റാമിലായി ഹറമിലെത്തിയാൽ ആ വ്യക്തിയെ നോക്കിയിട്ട് ആരെങ്കിലും അദ്ദേഹത്തിന്റെ പേര് വിളിക്കാറുണ്ടോ? ഉണ്ടോ? ഹജ്ജിന് പോയവരാണ് നമ്മളിൽ പലരും, ഉംറയ്ക്ക് പോയവരാണ് നമ്മളിൽ പലരും. അള്ളാഹു ഇനിയും തൗഫീഖ് നൽകട്ടെ. പോകാത്തവർക്ക് അള്ളാഹു എത്രയും വേഗം അവിടെ എത്താൻ റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ഹജ്ജിലായി ഉംറയ്ക്കായി ഇഹ്റാം ചെയ്ത് ഹറമിലെത്തിയ, കഅബത്തെത്തിയ ഒരാള് മറ്റുള്ളവർ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? പേര് വിളിക്കട്ടാ ഇല്ല, പിന്നെ ഹാജി എന്ന് ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്തിട്ടാണ് അയാളോട് കാര്യം പറയുക. ആരായാലും, ഏത് രാജ്യത്തുനിന്ന് വന്ന് എത്ര വലിയ സമ്പന്നനായാലും, രാജാവായാലും പ്രജയായാലും എല്ലാവരെയും ഒരേപോലെ ഹാജ് ഹാജ്, അല്ലേ? അങ്ങനെയാണ് വിളിക്കുക. ഒരാൾ മരിച്ചാൽ അയാളെ പേരാരെങ്കിലും വിളിക്കാറുണ്ടോ? ഞാൻ മരിച്ചാൽ എന്റെ പേരാരെങ്കിലും വിളിക്കാറുണ്ടോ? ഞാൻ ഇപ്പൊ മരിച്ചിട്ട് എന്റെ ജനാസ കൊണ്ടുപോയി അടക്കം ചെയ്യാൻ എന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ കിടത്തുന്ന സമയത്ത് എന്നെ ഒരുപക്ഷെ കാണാൻ വേണ്ടി വരുന്ന നിങ്ങളാരെങ്കിലും ചാത്തന്നൂർ പള്ളിയില് ദീർഘകാല ഖതീബായി സേവനം ചെയ്ത ഇർഷാദുൽ ഖാദിരിയെ എപ്പോഴാണ് അടക്കം ചെയ്യുക എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? എപ്പോഴാണ് ഇർഷാദുൽ ഖാദിരിയുടെ ജനാസ എടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെയോ, എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുക, എപ്പോഴാണ് മയ്യത്ത് എടുക്കുക, എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം എന്നല്ലേ ചോദിക്കുക. ഇതുപോലെ തന്നെയാണ് ഹജ്ജിൽ പ്രവേശിച്ച ഒരാള് പേരങ്ങ് മാറുന്നത് പോലെ മരണം വരിച്ച ഒരാളുടെയും പേരങ്ങ് മാറുന്നു.
അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഹജ്ജിന് മരണത്തിന്റെ ഗന്ധമുണ്ട്. ഹജ്ജിന്റെ ഓരോ അമലുകളും മരണവുമായി ബന്ധപ്പെട്ടതാണ്. അവന്റെ ഇഹ്റാമിന്റെ വസ്ത്രം അവൻ മരിച്ചു മയ്യത്തായി കിടക്കുമ്പോൾ അവന്റെ കഫം പുടവയെ ഓർമ്മിപ്പിക്കുന്നതാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു അമലാണല്ലോ അറഫയിൽ സമ്മേളിക്കുക. ആ അറഫയിലെ സമ്മേളനവോ മിനാ താഴ്വാരത്തിലെ സമ്മേളനവോ മുസ്ദലിഫയിലെ സമ്മേളനവുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ഒരു മഅ്ശറയെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ വസ്ത്രമുണ്ട്, അവിടെ വസ്ത്രമില്ലെന്നേ ഉള്ളൂ. മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്നതാണ്. മഹ്ശറ മൈതാനത്ത് പരലോക വിചാരണയുടെ നാളില് എല്ലാവരും ഒരുമിക്കുന്നതിന് ഓർമ്മിപ്പിക്കുന്ന അതേ രീതിയിലാണ് അറഫയിൽ ജനങ്ങൾ സമ്മേളിക്കുക. അക്ഷരാർത്ഥത്തിൽ അതൊരു മഹ്ശറ പോലെയാകുന്നു. ഹജ്ജിൽ പ്രവേശിച്ച ഒരാൾ തവാഫ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചെയ്യുന്നത് മഖാമു ഇബ്രാഹിം, പരിശുദ്ധമായ കഅബത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്വർണാലങ്കൃതമായി മനോഹരപ്പെടുത്തിയ ആ സ്ഫടികത്തിന്റെ ഉള്ളില് ഒരു പാറക്കല്ലുണ്ട്. ഏതാണ് ആ പാറക്കല്ല്? മഖാമു ഇബ്രാഹിം. മഹാനരായ പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിശുദ്ധമായ പദപങ്കജം പതിഞ്ഞ ആ കാൽപ്പാടുകൾ പതിഞ്ഞ അടയാളമുള്ള കേവലം ഒരു പാറക്കല്ലാണ്. ആ സ്വർണാലങ്കൃതമായി മനോഹരപ്പെടുത്തിയ ആ സ്ഫടികപ്പെട്ടിക്കുള്ളിലുള്ളത് പോയവര് കണ്ടവരാണ് അല്ലേ? നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലേ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഹജ്ജിന് വന്നാൽ, നിങ്ങൾ ഉംറയ്ക്ക് വന്നാൽ, നിങ്ങൾ കഅബം 7 ചുറ്റു തവാഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ പോകേണ്ടത് എവിടേക്കാണ്? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. എന്റെ ഇബ്രാഹിം നബിയുടെ, എന്റെ ഖലീലുള്ളാന്റെ ആ പദപങ്കജം പതിഞ്ഞ അനുഗ്രഹീതമായ ഒരു കല്ല് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എവിടെ? കഅബയുടെ കിഴക്ക് ഭാഗത്ത്. നിങ്ങൾ തവാഫ് കഴിഞ്ഞ വേറെ എങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഖുർആനാ. നിങ്ങൾ നേരെ പോണം. എവിടെ? ആ മഖാമു ഇബ്രാഹീമിന്റെ, ആ മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ വരണം. തൊട്ടു പിന്നിൽ പറ്റുന്നില്ലെങ്കിലോ എത്ര ദൂരം പിന്നിലായാലും കുഴപ്പമില്ല, പക്ഷേ മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ തന്നെ വേണം. അങ്ങനെ പിന്നിലായി മഖാമു ഇബ്രാഹീമിനെ മുന്നിലാക്കി നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണേ. വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, മഖാമു ഇബ്രാഹീമിന്റെ പിന്നില് 2 റക്അത്ത് നിസ്കരിക്കണം. മഹാന്മാര് പറയുകയാണ്, ഓ സഹോദരാ, നീ മരണപ്പെട്ടിട്ട് നിന്നെ കവം പുതിഞ്ഞിട്ടോ നിന്നെ കൊണ്ടുവന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുമല്ലോ. അത് മറ്റുള്ളവർ നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതാണെങ്കിൽ ഈ മരണമാകുന്ന ഹജ്ജ്, ഈ ഹജ്ജാകുന്ന മരണം, ഇതിൽ നീ പ്രവേശിച്ചിട്ട് നീ തവാഫ് കഴിഞ്ഞിട്ട് നീ മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിന്റെ മയ്യത്ത് നിസ്കാരത്തെ നീ ഒന്ന് ഓർക്കണേ. ഇവിടെ നമ്മൾ സ്വയം നിസ്കരിക്കുന്നു, മരിച്ചാലോ മറ്റുള്ളവർ നമ്മൾ നിസ്കരിപ്പിക്കുകയാണ്. സൂറത്ത് അൽ ഇംറാനിൽ അല്ലാഹു പറയുകയാണ്, ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. വിശുദ്ധമായ ഹറമിന്റെ ചുറ്റുഭാഗം മുഴുവനും ഞാൻ ധാരാളം ദൃഷ്ടാന്തങ്ങൾ, ഞാനാകുന്ന പടച്ചവന്റെ ഖുദ്റത്തുകളെ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ ഹറമിന്റെ ചുറ്റുഭാഗവും വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഖിയാമത്ത് നാൾ വരെയുള്ള ലോക മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ചിന്തിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ
ഓർക്കാൻ, സ്മരിക്കാൻ ഇതുപോലെ ഒരു ഇതിഹാസ നായകൻ, ഒരു പ്രവാചകർ 4000-ൽ ചെല്ലുവാനും കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ കഅബ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ആ കഅബ പുനർനിർമ്മിക്കുന്ന സമയത്ത് ആൽപക്കം വരെ ഇബ്രാഹിം നബി തന്റെ കൈകൾ കൊണ്ട് കല്ലുകൾ പടുത്തുയർത്തി വെച്ചു. മകൻ ഇസ്മായിൽ നബി വാപ്പയ്ക്ക് മക്കാട് പണിയെടുത്തിട്ട് കല്ലുകൾ ചുമന്നു കൊണ്ടുപോയിട്ട് കൊടുത്തു. ഒരാൾ പക്കം വരെ കല്ലുകൾ ഇബ്രാഹിം നബി തറയിൽ നിന്നുകൊണ്ട് പെറുക്കി വെച്ചു. അത് കഴിഞ്ഞ് കഅബ ഉയരത്തിൽ കെട്ടണം. ഇന്നത്തെ പോലെ ലിഫ്റ്റ് സംവിധാനങ്ങളില്ല. എങ്ങനെയാണ് മുകളിലേക്ക് കല്ലുകൾ പെറുക്കി വെക്കുക? അല്ലാഹു ജല്ല ജലാലു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈവശോ അതാ ഒരു കല്ലുകൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഖലീലുള്ളാഹേ, നിങ്ങൾ ഈ കല്ലിന്റെ പുറത്തു കയറി നിന്നിട്ട് നിങ്ങൾ എത്ര ഉയരം വരെ പോകണോ, ഏതു ഭാഗത്തേക്ക് പോകണോ, എങ്ങോട്ട് തിരിയണോ, നിങ്ങൾ മനസ്സുകൊണ്ടെന്ന് ആഗ്രഹിച്ചാൽ ആ ഭാഗത്തേക്ക് നിങ്ങളെയും കൊണ്ട്, ആ ഉയരത്തിലേക്ക് നിങ്ങളെയും കൊണ്ട് ഈ കല്ല് പോകുന്നതാ. അതാണ് മഖാമു ഇബ്രാഹിം. അങ്ങനെ ഒരു സംഭവം അന്ന് നടന്നു എന്ന് പിൽക്കാലത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു എന്ത് ചെയ്തു? ആ കല്ലിന്റെ പുറത്ത് ഇബ്രാഹിം നബിയുടെ ആ പാദം പതിപ്പിച്ചു വെച്ചു. കല്ലിന്റെ പുറത്ത് സാധാരണ മനുഷ്യന്മാര് ചവിട്ടിയാൽ പതിയോ, അടയാളം ഉണ്ടാവോ? അല്ലാഹു പതിച്ചു വെച്ചു. ഇന്നും നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ ഇബ്രാഹിം നബിയുടെ കാൽപ്പാടുകൾ കാണാം. ഒരാളയാളെ യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് കാശൊക്കെ ഒരുപാട് ചെലവാക്കി ഹറമിലെത്തി, ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ചു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തൽബിയത്തൊക്കെ ചൊല്ലി ഹറമിൽ വന്നു, കഅബത്ത് വന്നു, തവാഫും ചെയ്തു. ശേഷം മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കാൻ വന്ന് നിൽക്കാൻ. അപ്പൊ ഒരാളെ യുക്തി, ഒരാളെ ബുദ്ധി, അതിബുദ്ധി കൊണ്ട്, അയാളെ യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് അയാൾ പറയാണ്, ഈ കല്ലിന്റെ പിന്നിൽ നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞാൽ, ഒരു കല്ലിന്റെ പിന്നിൽ നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞാൽ അതെന്റെ ഈ ബുദ്ധിക്ക് പറ്റൂല, അതെന്റെ യുക്തിക്ക് പറ്റൂല. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, എക്സ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറേമാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. യുക്തിവാദികളും നിരീശ്വരവാദികളും യുക്തിവാദികളും എക്സ് മുസ്ലിമീങ്ങളൊക്കെ ആയി പോയത് എന്തുകൊണ്ടാ? ഇതുപോലെ ചിന്തിച്ചത് കൊണ്ടാ. അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ അവന്റെ ബുദ്ധിക്കോ അവന്റെ യുക്തിക്കോ അവന്റെ നിരീക്ഷണത്തിനോ ഇസ്ലാമിൽ ഒരു വിലയില്ല. വല്ല വിലയുണ്ടോ? ഒരാളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അയാളെ യുക്തി അനുവദിച്ചു കൊടുത്തില്ല. ഈ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ അത് കല്ലാണ്, ആ കല്ലിന്റെ പിന്നിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല ഒരാള് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ ഹജ്ജുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഹജറുൽ അസ്വദ് കഅബയുടെ കിഴക്കേ മൂലയിൽ ഇരിപ്പുണ്ട്. ആ ഹജറുൽ അസ്വദ് തൊട്ട് മുത്തണോ? ഒരാൾ പറയണത് കല്ലാണ്, ഞാൻ മുത്തൂല, എനിക്ക് പറ്റൂല, അത് കല്ലിനോടുള്ള ആരാധനയാകും എന്ന് പറഞ്ഞാലോ അവന് ഹജ്ജുണ്ടോ? ഒരാള് പറയാണ് സഫാ മർവയുടെ ഇടയിൽ ഓടാൻ എനിക്ക് പറ്റൂല, സഅയ് ചെയ്യാൻ പറ്റൂല. ഒരാള് പറയുകയാണ് സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് മർവ കുന്നിന്റെ മുകളിലോട്ട് കയറണോ, അതിന്റെ ഇടഭാഗത്തെത്തുമ്പോൾ ഒരൽപ്പം ഓടണം, ബാക്കിയുള്ള ഭാഗത്തൊക്കെ നടന്നു പോകാം. സഫയുടെയും മറുവയുടെയും മധ്യഭാഗത്തെത്തുമ്പോ ഒന്ന് ഓടിക്കയറണം. എന്തിനാ? സയ്യിദത്തുനാ ബീബി ഹാജർ റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബിയെ കഅബത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി ആ പെറ്റുമ്മ ഓടിയ ഓട്ടം. സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് നോക്കി എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമോ? കിട്ടിയില്ല, കണ്ടില്ല. അവിടുന്ന് ഇറങ്ങുന്നു, മർവ കുന്നിന്റെ മുകളിൽ കയറി നോക്കാൻ. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് രണ്ട് കുന്നിന്റെയും മധ്യഭാഗത്തെത്തുമ്പോ തന്റെ മോനെ കാണാതെ വരുമ്പോൾ ആ ഉമ്മ ഓടുകയാണ്. ഓടിയാതാ മർവയുടെ മുകളിൽ കയറുന്നു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിന്റെ ഹജ്ജ് യഥാർത്ഥ ഹജ്ജായി മാറണമെങ്കിൽ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഹാജറുമ്മ എങ്ങനെ നടന്നോ എങ്ങനെ ഓടിയോ അതുപോലെ നീ ചെയ്യണോ.
അതുപോലെ തന്നെ നീ കുറെ നടന്നു വന്നിട്ട് പിന്നെ നീ ഓടണം, ഓടിക്കയറണം, എന്നാലേ നിനക്ക് യഥാർത്ഥ ഹജ്ജുള്ളൂ. ഒരാളെ ബുദ്ധിയും ഒരാളെ യുക്തിയും അതിന് അനുവദിച്ചില്ല. അയാൾ പറയാണ്, ഇതെന്താണ് രണ്ട് കുന്നിന്റെ ഇടയിൽ പണ്ടെന്നോ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് മരിച്ചുപോയൊരു പെണ്ണിന്റെ സ്മരണയ്ക്കായി ഓടണം പോലും എനിക്ക് പറ്റൂല എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തെന്നാണ്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവന് ഹജ്ജില്ല. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ഹജ്ജിന്റെ ഓരോ അമലുകളോ നമ്മളെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ചിന്തിച്ചാൽ നമുക്ക് കിട്ടൂല. ജംറാത്തുകളിൽ ശൈത്താനെ എറിയും, പ്രതീകാത്മകമായി ജംറാത്തുകളിൽ കല്ലെറിയുകയാണ്. ഒരാൾ പറയുകയാണ്, അത് ഒന്നല്ല 3 ദിവസം എറിയണം ശൈത്താൻ അവിടെ ഇരിക്കുന്ന ഇബ്ലീസ് അവിടെ ഇരിക്കുന്നോ. ഒരാൾ പറയാണ്, എനിക്ക് പറ്റൂല, എന്റെ ബുദ്ധിക്ക് അത് പറ്റൂല, എന്റെ യുക്തിക്കും പറ്റൂല. അങ്ങനെ ഇബ്ലീസ് അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവനെ കല്ലെറിയാൻ ഞാനില്ല എന്ന് പറഞ്ഞാലോ, എടാ നിനക്ക് ഹജ്ജില്ല. ഹജ്ജിന്റെ ഏറ്റവും ഫർളായ ഒരു അമലാണ് ജംറാത്തുകളിൽ കല്ലെറിയുക എന്നത്. ഒരാളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അയാൾ പറയാണ്, ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റൂല. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നിരീക്ഷണം നടത്തി അവസാനം നിരീശ്വരവാദിയായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവന്മാരില്ലേ, അവരെ സംബന്ധിച്ച് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ജല്ല ജലാലു നമ്മളെ പഠിപ്പിക്കുകയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. അല്ലാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചാൽ, ഒരു കാര്യം തീരുമാനിച്ചാൽ, ഒരു കാര്യം ഇസ്ലാമിന്റെ നിയമമായി കൊണ്ടുവന്നാൽ, ഒരാരാധനയുടെ ഭാഗമായി അല്ലാഹും റസൂലും പഠിപ്പിച്ചാൽ, ഓ ലോകരെ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനാ, ഒരൊറ്റ വിശ്വാസിക്കും പിന്നെ അതിൽ സ്വന്തം അഭിപ്രായം പറയാൻ പറ്റൂല. അതെന്തിനാ അല്ലാഹ് അങ്ങനെ? അതങ്ങനെ പറ്റോ, അതിങ്ങനെ പറ്റോ, അത് കല്ലല്ലേ, അത് കുന്നല്ലേ, അത് മറ്റതല്ലേ, അത് മറിച്ചതല്ലേ, എന്റെ ബുദ്ധിക്ക് പറ്റൂല എന്ന് നീ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിന്റെ ബുദ്ധിക്കും നിന്റെ അഭിപ്രായത്തിനോ നിന്റെ ഇഷ്ടത്തിനോ ഇസ്ലാമിൽ ഒരു വിലയുമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനാ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹു റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് അതുപോലെ തന്നെ ശിരസാവഹിക്കണം, അതുപോലെ തന്നെ ചെയ്യണോ. പിന്നെ നീ അതിന് മറുചോദ്യം ചോദിക്കാൻ പാടില്ല. ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുകയാണ്, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. അങ്ങനെ നീ സ്വയം ഒരു തീരുമാനമെടുത്തിട്ട് മാറി നിന്ന നിനക്കത് പറ്റൂല എന്ന് പറഞ്ഞാൽ നീ വ്യക്തമായ പിഴച്ചവനായി പോയി. നീ വ്യക്തമായും പിഴച്ചവനായി പോയി. നീ പിഴച്ച പ്രസ്ഥാനത്തിന്റെ ഉടമയായി മാറിപ്പോയി. നിനക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഹജ്ജിന് മരണത്തിന്റെ ഗന്ധമുണ്ട്. ഹജ്ജിന് ധരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം ഒരു മയ്യത്തിനെ ചുറ്റുന്ന കഫം പുടവയെ ഓർമ്മിപ്പിക്കുമെന്ന് മഹാന്മാർ. തവാഫ് കഴിഞ്ഞിട്ട് മഖാമു ഇബ്രാഹിമിന്റെ പിന്നില് 2 റക്അത്ത് നിസ്കരിക്കുന്നത്, അത് നിന്റെ ജനാസ കൊണ്ടുവച്ച് മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ളവർ നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു. ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രം നീ സ്വയം ധരിക്കുന്നു. മരിച്ചാൽ നിന്റെ മയ്യത്തിന്റെ മുകളിൽ മറ്റുള്ളവർ കഫം പുടവ പുതപ്പിക്കുന്നു. തവാഫ് കഴിഞ്ഞിട്ട് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നീ നിസ്കരിക്കുന്നത് നീ സ്വയം നിസ്കരിക്കുന്നു. നിന്റെ മയ്യത്ത് നിസ്കാരമോ മറ്റുള്ളവർ നിസ്കരിക്കുന്നു. ഇതൊക്കെ തന്നെ വ്യത്യാസമുള്ളൂ. ഹജ്ജ് മുഴുവനും മരണവുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്. നമ്മുടെ ആരുടെയും സ്വയം ബുദ്ധി കൊണ്ടോ സ്വയം യുക്തി കൊണ്ടോ ഒന്നും പരിശുദ്ധമായ ഇസ്ലാമിലെ ഒരു അമലും ഒരു ഇബാദത്തും പ്രത്യേകിച്ച് ഹജ്ജ് ഒന്നും അളക്കാൻ പറ്റും. അങ്ങനെ അളന്നാ പിന്നെ അവനെ ഹജ്ജ് ചെയ്യാൻ പറ്റൂല.
അവനെ ഹജ്ജ് ചെയ്യാൻ പറ്റൂല. ഇമാം സഫൂരി തങ്ങള് അവിടുത്തെ നുസ്ഹത്തിൽ പറയുകയാണ്, അന്ന ഹൗലൽ കഅബത്തി 300 നബിയ്യും മിൻഹും, വിശുദ്ധമായ ഹറമിന്റെ ചാരത്ത് 300-ൽ ചില്ലുവാനം അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ഉണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിശുദ്ധമായ കഅബയുടെ ചുറ്റും 300 ചില്ലുവാനം മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ, ജനാസകൾ ഇന്നും അവിടെ ഉണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ബൈനൽ ഹജറിൽ അസ്വദി വറുക്നിൽ യമാൻ, റുക്നുൽ യമാൻ അവിടെ മുതൽ ഹജറുൽ അസ്വദിന്റെ മൂല വരെ, ഈ രണ്ട് മൂലയുടെയും ഇടയിലായി 300 ചില്ലുവാനം അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ഉണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോ, വഖബറു ഇസ്മാഈല വ ഉമ്മിഹി തഹ്തൽ മീസാബ്, മഹാനരായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറും ഇസ്മായിൽ നബിയുടെ ഉമ്മയുടെ ഖബറും ആ സ്വർണ്ണ പാത്തിയുടെ താഴെ, മീസാബിന്റെ താഴെ, പാത്തിയുടെ താഴെ ഒന്ന് വളച്ചു കെട്ടിയിട്ടുള്ള അതിന്റെ ഉള്ളിലാണ് ഇസ്മായിൽ നബിയുടെ ഖബറും ഉമ്മ ഹാജറ ബിബി റളിയല്ലാഹു അൻഹയുടെ ഖബറും ഉള്ളത്. ഇത് അറിയുന്ന ഒരാൾ പറഞ്ഞു, എനിക്കതൊന്നും പറ്റൂല, ഞാൻ അവിടെയെങ്കിലും പോയി ചുറ്റൂല, അവിടെയൊക്കെ ഖബറാണ്, ഖബർ ആരാധനയായി പോവും. എടാ പിന്നെ നിനക്ക് ഇസ്ലാമിൽ എന്തില്ല? സ്ഥാനമില്ല, നിന്റെ ഹജ്ജ് ഹജ്ജാവൂല. അള്ളാഹ് എന്തു പറഞ്ഞോ, അള്ളാന്റെ റസൂൽ എന്തു പഠിപ്പിച്ചോ അത് അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അർഹമുർ റഹീമായ റബ്ബു തആല നാം ഇവിടെ കേട്ടതുപോലെ അള്ളാഹുവിന്റെ ഹറമിലെത്തി ഹജ്ജ് നിർവഹിക്കാൻ, ഉംറ നിർവഹിക്കാൻ, ഹജ്ജിന്റെ അമലുകളൊക്കെ ചെയ്യാൻ, എല്ലാം കാണാൻ കേൾക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.